നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താത്ത താമസ നിയമ ലംഘകരെ കരിമ്പട്ടികയിൽ പെടുത്തുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇവർക്ക് പിഴയടച്ചാലും വിസ പുതുക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുവൈത്ത് അത്തരമൊരു നടപടിയിലേക്ക് കടന്നാൽ നാടുകടത്തലിന് വിധേയരാവുകയായിരിക്കും ഇവർക്ക് മുന്നിലുള്ള വഴിയെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 72 ദശലക്ഷത്തോളം ദിനാർ ഇവരിൽ നിന്നും പിഴ ലഭിക്കാനുണ്ട്. അതെല്ലാം അവഗണിച്ചാണ് നാടുകടത്തൽ എന്ന കർശന നിലപാടിലേക്ക് അധികൃതരെത്തുന്നത്. 2 തവണ പൊതുമാപ്പ് നൽകിയിട്ടും ഭൂരിഭാഗം താമസ നിയമ ലംഘകരും ആ സംവിധാനം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകാത്തതിനാലാണ് അധികൃതർ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത്. കോവിഡ് പ്രതിസന്ധിയും ലോക്ക്ഡൌണും കഴിഞ്ഞാൽ കർശന പരിശോധന നടത്തി അനധികൃത താമസക്കാരെ പിടികൂടാനും ഇവരെ നാടുകടത്താനുമാണ് നീക്കം. പൊതുമാപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പിഴ ഒഴിവാക്കി നൽകിയതിനൊപ്പം നിയമാനുസൃതം പുതിയ വിസയിൽ കുവൈത്തിലേക്ക് തിരിച്ചു വരാനുള്ള അനുമതിയും അധികൃതർ നൽകിയിരുന്നു. എന്നാൽ കരിമ്പട്ടികയിൽപ്പെടുന്നവർക്ക് അത്തരം അവസരങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഇവരിൽ പലരും നീണ്ട വർഷങ്ങളായി രാജ്യത്ത് അനധികൃതമായി താമസിച്ചു വരുന്നതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കുവൈത്തിൽ 15 രാജ്യങ്ങളിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം പേർ അനധികൃത താമസക്കാരായി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.